ഇതാണ് റെവിറ്റിന്റെ ഫ്രണ്ട് പാനൽ വരുന്നത്. അതിൽ മോഡൽസ് എന്ന് പറഞ്ഞ ഭാഗത്ത് നമുക്ക് ഓപ്പൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ഇത് നമ്മൾ ഓൾറെഡി ചെയ്തു വച്ചിരിക്കുന്ന പ്രോജക്ട്സ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മൾ റീസെന്റ് ആയിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന പ്രോജക്ട്സ് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇത് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾ ഫ്രഷ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പം ഈ ഒരു വ്യൂ ആയിരിക്കില്ല ഉണ്ടാവുന്നത്. പിന്നെ ഇവിടെ അടുത്ത ഓപ്ഷൻ ഉണ്ട് ന്യൂ. നമുക്ക് പുതിയൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ, റെവിറ്റിലുള്ള ഒരു പുതിയ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ന്യൂ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ ഫാമിലീസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഫാമിലീസ് ആക്ച്വലി സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഓട്ടോ ക്യാഡിൽ വർക്ക് ചെയ്ത സമയത്ത് നമ്മൾ കമ്പോണൻസ് ഉണ്ടാക്കി ബ്ലോക്ക് ചെയ്ത് വെക്കുമായിരുന്നു. എന്നിട്ട് ആ ബ്ലോക്ക് ആണ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഒരു സിവിൽ പ്ലാൻ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് ഫർണിച്ചർ ലേഔട്ട്, സോഫയുടെ ബ്ലോക്ക് ഉണ്ടാകും, ബെഡിന്റെ ബ്ലോക്ക് ഉണ്ടാകും, അതുപോലെ ഇലക്ട്രിക്കൽ ചെയ്യുമ്പോൾ ലൈറ്റിന്റെ ബ്ലോക്ക് ഉണ്ടാകും. അപ്പൊ ആ ബ്ലോക്കിനെ നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് ഫാമിലീസ് എന്നാണ്. അപ്പൊ ഫാമിലീസ് നമുക്ക് ഓപ്പൺ ചെയ്ത് എക്സിസ്റ്റിംഗ് ഫാമിലീസ് ഓപ്പൺ ചെയ്തെടുക്കാം. പുതിയ ഫാമിലീസ് വേണമെങ്കിൽ നമുക്ക് ന്യൂ എന്നുള്ള ഓപ്ഷൻ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പം നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് റെവിറ്റിൽ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാനാണ് പോകുന്നത്. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ട് മോഡൽസിലെ ഈ ന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കാം. ന്യൂല് നമുക്കിവിടെ ടെംപ്ലേറ്റ് ഉണ്ട്. ടെംപ്ലേറ്റിൽ ഇവിടെ ഇപ്പൊ കൺസ്ട്രക്ഷൻ ടെംപ്ലേറ്റ് ആണ് കിടക്കുന്നത്. നമുക്ക് വേറെയും കുറെ ടെംപ്ലേറ്റ്സ് ഉണ്ട് ഇവിടെ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആർക്കിടെക്ചറൽ ടെംപ്ലേറ്റ് ആണ്. അപ്പം ഈ ടെംപ്ലേറ്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മുടെ പ്രോപ്പർട്ടീസ് ആ ഒരു പ്രോപ്പർട്ടി ആയിരിക്കും കാണിക്കുന്നത്. ആർക്കിടെക്ചറിലാണെങ്കിൽ നമുക്ക് വാള്, ഡോറ്, വിൻഡോ, അതിന്റെ എസ്തെറ്റിക്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സ്ട്രക്ചറൽ ആവുമ്പം കോളം, ബീം, പില്ലർ, ഫൗണ്ടേഷൻ, ഫൂട്ടിങ് അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും വരുന്നത്. മെക്കാനിക്കൽ ടെംപ്ലേറ്റ് വരുമ്പം HVACയുടെയും പ്ലംബിങ്ങിന്റെയും ഒക്കെ കാര്യങ്ങളായിരിക്കും അതിനകത്ത് വരിക. അപ്പൊ നമുക്ക് ഇങ്ങനെ ഓരോ പർപ്പസ് അനുസരിച്ച് ഓരോ ടെംപ്ലേറ്റ് ഉണ്ട്. സോ ഇനീഷ്യലി നമ്മളൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യായതുകൊണ്ട് ആർക്കിടെക്ചറൽ ടെംപ്ലേറ്റ് എടുത്താൽ മതി. ഇനി നമുക്ക് വേറെ ടെംപ്ലേറ്റ് വല്ലതും വേണം, ഇവിടെ ഉള്ള ഈ ഒരു ലിസ്റ്റ് അല്ലാതെ വേറെ വല്ല ടെംപ്ലേറ്റും അഡീഷണലി വേണമെങ്കിൽ ബ്രൗസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഫോൾഡറിലേക്ക് ആയിരിക്കും വരുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു ഫയൽ നെയിം അല്ല ഉള്ളത്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഈ ഒരു ഓപ്ഷൻ ഉണ്ട്, ഫോൾഡർ അപ്പ് 1 ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അപ്പൊ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇങ്ങനെ 2 ഫോൾഡർ വരും. ഇതില് ഇന്ത്യ എന്ന് പറയുന്ന ഫോൾഡർ എടുക്കുക. അപ്പൊ ഇതിലുണ്ട് മെക്കാനിക്കൽ, പ്ലംബിംഗ്, സ്ട്രക്ചറൽ, സിസ്റ്റം, ഇലക്ട്രിക്കൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ കംപ്ലീറ്റ് MEP ചെയ്യണമെന്നുണ്ടെങ്കിൽ സിസ്റ്റം ടെംപ്ലേറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഇലക്ട്രിക്കൽ മാത്രമാണെങ്കിൽ ഇലക്ട്രിക്കൽ ടെംപ്ലേറ്റ് യൂസ് ചെയ്യാം. പ്ലംബിംഗ് മാത്രമാണെങ്കിൽ പ്ലംബിങ്ങിന്റെ യൂസ് ചെയ്യാം. HVAC ആണെങ്കിൽ മെക്കാനിക്കൽ യൂസ് ചെയ്യാം. കൺസ്ട്രക്ഷൻ ആണെങ്കിൽ അതിന്റെ ഉണ്ട്, സ്ട്രക്ചറൽ ആണെങ്കിൽ അതിന്റെയും ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആർക്കിടെക്ചറിലാണ് വേണ്ടത്. സോ ആർക്കിടെക്ചർ ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പൊ ബ്രൗസിലോട്ട് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യുന്നത് പ്രോജക്റ്റ് ആണ്. ഓക്കെ കൊടുക്കുക. സ്ക്രീൻ ഓപ്പൺ ആയി വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ മെനു ബാർ ആണ്. ഈ ഭാഗത്ത് നമുക്ക് ടൂൾ ബാർസ് വരുന്നുണ്ട്. ഇത് പ്രൊജക്ട് ബ്രൗസർ ആണ്. പ്രൊജക്ട് ബ്രൗസറിൽ പ്ലാൻ, എലിവേഷൻ, സെക്ഷൻ, 3D വ്യൂ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും പ്രൊജക്ട് ബ്രൗസറിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് പ്രോപ്പർട്ടീസ് ബ്രൗസർ ആണ്. പ്രോപ്പർട്ടീസ് ബ്രൗസർ എന്ന് പറയുന്നത് ഇവിടുന്ന് എന്തെങ്കിലും ഒരു ടൂള് നമ്മൾ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ വാൾ പിക്ക് ചെയ്തു, കണ്ടോ, പ്രോപ്പർട്ടീസ് ബ്രൗസർ കംപ്ലീറ്റ് ചേഞ്ച് ആയി വാളിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആണ് വരുന്നത്. ഇനി ഇവിടെ വന്നിട്ട് ഞാൻ വിൻഡോ ചൂസ് ചെയ്തു. ഇപ്പൊ വിൻഡോയെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ വരുന്നത്. ഇവിടെ വരുമ്പോഴത്തേനും നമുക്ക് പ്രൊജക്റ്റിന്റെ പ്ലാൻ, സെക്ഷൻ, എലിവേഷൻ ഇങ്ങനത്തെ ഡീറ്റെയിൽ ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ ഈ 2 ബ്രൗസറും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായല്ലോ. ഇനി ഈ കാണുന്നത് എന്ന് പറയുന്നത് 4 എലിവേഷൻസ് ആണ്. 4 എലിവേഷൻസ് ഈസ്റ്റ്, നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈ 4 എലിവേഷൻ ആണ് ഇവിടെ ഈ കാണുന്നത്. അപ്പൊ നമുക്കിത് മൗസിന്റെ സെന്റർ ബട്ടൺ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സൂം ഇനും സൂം ഔട്ടും ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു സ്ക്രീനിലാണ് നമ്മൾ വരയ്ക്കുക. അപ്പൊ ഇത് സൂം ചെയ്ത് വെച്ചതിന് ശേഷം ഈ ഒരു വൈറ്റ് സ്ക്രീനിലായിരിക്കും നമ്മൾ വരയ്ക്കുന്നത്. പിന്നെ താഴെയും കുറച്ച് ടൂൾസ് ഉണ്ട്. ഇവിടെ നമുക്ക് കുറച്ച് എഡിറ്റിംഗ് ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോന്നും നമുക്ക് വഴിയെ പഠിക്കാം.